അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങളിൽ നാം കണ്ട ഒരു വാർത്ത, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത രൂപം കാണുമ്പോൾ നമുക്ക് ചെറിയ വാർത്തയാണെന്ന് തോന്നുമെങ്കിലും വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട, എന്നാൽ അതിൻ്റെ ആവശ്യകത പോലും പരിഗണിക്കാതെ വളരെ ചെറിയ രീതിയിൽ മാത്രം ചർച്ച ചെയ്യപ്പെടുകയും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യാതെ പോവുകയും ചെയ്ത ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം യു പിയിലെ സാമ്പാൽ ഷാഹി ജുമാ മസ്ജിദിലുണ്ടായ വെടിവെപ്പും അതിൽ മരണപ്പെട്ട 5 ആളുകളുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത. എന്തുകൊണ്ടാണ് യു പിയിൽ അങ്ങനെയൊരു സംഭവം സംഭവിച്ചത്? ഈ സാമ്പാൽ ഷാഹി ജുമാ മസ്ജിദിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണ്? ഈ വെടിവെപ്പ് ഉണ്ടാവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ട് അങ്ങനൊരു വെടിവെപ്പിലേക്ക് അല്ലെങ്കിൽ അതിന് പോലീസിനെ ആ രീതിയിലേക്ക് പരിവർത്തനം നടത്തുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളുമായി നാട്ടുകാർ മുന്നോട്ട് വന്നത് എന്തുകൊണ്ടാണ് എന്ന് തുടങ്ങിയ ചർച്ചകളോ വർത്തമാനങ്ങളോ ഒന്നും നമ്മുടെ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നില്ല. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? യു പിയിലുള്ള ഒരു പുരാതനമായ പള്ളിയാണ്, യു പി സാമ്പാലിലുള്ള ഒരു പുരാതന പള്ളിയാണ് ഷാഹി ജുമാ മസ്ജിദ്. ഈ ജുമാ മസ്ജിദ് പുരാതന കാലത്ത് ക്ഷേത്രം പൊളിച്ചു മാറ്റി സ്ഥാപിച്ച പള്ളിയാണ് എന്ന അവകാശവാദവുമായി ചില ആളുകൾ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുന്നു. ആ കേസിൻ്റെ ഭാഗമായി കോടതി സർവേക്ക് ഉത്തരവിടുന്നു. ആദ്യത്തെ സർവേ വളരെ നല്ല രീതിയിൽ, വളരെ മാന്യമായ രീതിയിൽ ആദ്യത്തെ സർവേ നടക്കുന്നു. രണ്ടാമതും അതേ ഉദ്യോഗസ്ഥർ സർവേക്ക് വേണ്ടി വരുന്നു. സർവേക്ക് വരുന്ന ഉദ്യോഗസ്ഥരുടെ പിന്നിൽ ജയ് ശ്രീറാം വിളിച്ച് ഒരു കൂട്ടം ആളുകളും പള്ളിയുടെ പരിസരത്തെത്തുന്നു. ഇതൊക്കെ നമുക്ക് വീഡിയോകളിലൂടെ, അതിൻ്റെ വീഡിയോകൾ തന്നെ നമ്മൾ കണ്ടതാണ്. നമുക്ക് ഈ വീഡിയോയിൽ അത് കാണാം. അങ്ങനെയുള്ള ഒരു സംഭവ വികാസങ്ങൾ കഴിഞ്ഞ ചൊവ്വാഴ്ച സാമ്പാലിൽ നടക്കുന്നു. 80% മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സാമ്പാലിലുള്ള വിശ്വാസികളുടെ ഉള്ളിൽ വളരെ വേദനയായി ഈ ഒരു സംഭവം മാറുകയും അവരുടെ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്യുന്നു. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം നീക്കങ്ങളെ പ്രതിഷേധിച്ചുകൊണ്ടോ അക്രമാസക്തമായിക്കൊണ്ടോ അല്ല നേരിടേണ്ടത് എന്നത് നമുക്കെല്ലാവർക്കും വ്യക്തമാണ്. അവിടെ നടന്ന പ്രതിഷേധക്കാരുടെ അക്രമങ്ങളെയോ അവരഴിച്ചുവിട്ട അതിക്രമങ്ങളെയോ ന്യായീകരിച്ചുകൊണ്ടല്ല ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു പ്രതിഷേധ സംഘം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ, അങ്ങനെ ഒരു സംഘം എന്തെങ്കിലും ഒരു വ്യത്യസ്ത ഒരു പെർട്ടിക്കുലർ കേസിൽ പ്രതിഷേധിച്ചുകൊണ്ട്, ഒരു വിഷയത്തിൽ കേസിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആരെങ്കിലും മുന്നോട്ട് വരുമ്പോൾ, ആ ഒരു പ്രതിഷേധ സംഘത്തെ അല്ലെങ്കിൽ ആ ഒരു അക്രമ സംഘത്തെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും വ്യക്തമാണ്. നമ്മുടെ നാടുകളിലൊക്കെ, കേരളക്കരയിലൊക്കെ നടക്കുന്ന പ്രതിഷേധങ്ങളെ പോലീസ് എങ്ങനെയാണ് നേരിടുന്നത്? ആദ്യം ബാരിക്കേഡുകൾ വെച്ച് അവരെ തടയാൻ ശ്രമിക്കും. പ്രസ്തുത സ്ഥലത്തേക്ക് അവർക്ക് പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ തടയാൻ ശ്രമിക്കും. അതും കഴിഞ്ഞു അതിനെയും മറികടന്നവർ വരാൻ ശ്രമിക്കുകയാണെങ്കിൽ ജലപീരങ്കി പോലെയുള്ളതിൽ അവർ ആട്ടിയോടിക്കാൻ ശ്രമിക്കും. ടിയർ ഗ്യാസ് പൊട്ടിച്ചുകൊണ്ട് അവരവിടെ നിന്നും മാറ്റാൻ ശ്രമിക്കും. ലാത്തി പ്രയോഗത്തിലൂടെ അവരവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ കഴിഞ്ഞ് വെടിവെപ്പ് അല്ലെങ്കിൽ വെടിവെച്ചുകൊണ്ട് അവരെ നീക്കുക എന്നിടത്തേക്ക് അത്രയും പ്രശ്നക്കാരാണ് അവരെന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം യു പി പോലീസ് സാമ്പാൽ ഷാഹി ജുമാ മസ്ജിദിലേക്ക് എത്തിയ പ്രതിഷേധക്കാർക്ക് നേരെ വെടിവെക്കുകയും ആ വെടിവെപ്പിൽ 5ഓളം ആളുകൾ മരണപ്പെടുകയും രക്തസാക്ഷികളായി മാറുകയും ചെയ്തു. 21ഓളം വരുന്ന സ്ത്രീകളടക്കമുള്ള സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അവിടെ ഒരുപാട് ആളുകൾക്ക് ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ പോലീസിൻ്റെ ജീപ്പുകൾ, പോലീസ് വാഹനങ്ങൾ തകർക്കുകയും പോലീസിനും നിയമപാലകർക്കും നേരെയുള്ള കയ്യേറ്റ ശ്രമങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. ഇതൊക്കെ സംഭവങ്ങളൊക്കെ പറയുമ്പോഴും ഈ അടുത്ത കാലത്ത് സംഘപരിവാർ ഫാസിസം നമ്മുടെ രാജ്യത്ത് കടന്നാക്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബാബരിയുടെ വിധി പ്രഖ്യാപനത്തിന് ശേഷം ഇങ്ങോട്ട് വ്യത്യസ്ത തരം പള്ളികൾ, വ്യത്യസ്ത രീതിയിൽ പള്ളികൾ ആക്രമിക്കുകയും ആരാധനാലയങ്ങൾക്ക് കടന്നുകയറ്റങ്ങൾ ഉണ്ടാവുകയും അത് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഡൽഹിയിലെ സാമ്പാൽ ജുമാ മസ്ജിദിൻ്റെ ചരിത്രം എന്ന് നാം പഠിക്കേണ്ടതുണ്ട്. 80% മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു നാടാണ് സാമ്പാൽ. ക്രിസ്തുവർഷം 1526 നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന, എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പള്ളി. ബാബറാണ് ആ പള്ളി നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു. എന്നാൽ അതിന് മറ്റൊരു ചരിത്രം, ബാബറിനും മുമ്പ് ഇവിടെ ഭരിച്ചിരുന്ന തുഗ്ലക്ക് വംശക്കാർ നമ്മുടെ നാട് ഭരിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ അവർ നിർമ്മിച്ച ഒരു പള്ളിയാണ് എന്നും പറയപ്പെടുന്നു. ബാബറിൻ്റെ കാലത്ത് ബാബർ പുനർനിർമ്മിച്ചതാണ് എന്നും പറയപ്പെടുന്നു. അതിനും ചരിത്രപരമായി ചില വസ്തുതകളുണ്ട്. തുഗ്ലക് വംശകരുടേതായിരിക്കുന്ന നിർമ്മിതിയും അവരുടെ നിർമ്മാണ രീതിയുമാണ്
ഈ ഒരു ഷാഹി ജുമാ മസ്ജിദിനുള്ളത്. പിന്നീടുള്ള ചില ഭാഗങ്ങൾ, നശിച്ചുപോയ ചില ഭാഗങ്ങളെ ബാബറിൻ്റെ ഭരണകാലത്ത് ബാബർ പുനർനിർമ്മിച്ചതാണ് എന്ന് പറയപ്പെടുന്നു. 1920 ഡിസംബറിലാണ് ഇത് സംരക്ഷിക്കപ്പെടേണ്ട ചരിത്ര നിർമ്മിതിയാണ് എന്ന വിജ്ഞാപനം വരുന്നത്. ഈ ഒരു പള്ളി തുഗ്ലക് വംശകരുടെയോ അല്ലെങ്കിൽ ബാബറിൻ്റെയോ കാലത്ത് നിർമ്മിച്ചതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായി സംരക്ഷിക്കപ്പെടേണ്ട ഒരു നിർമ്മിതിയാണ്, പുരാതന നിർമ്മിതിയാണ് എന്ന് ആർക്കിയോളജിക്കൽ ഗവേഷകരുടെ ഭാഗത്തു നിന്നുള്ള വിജ്ഞാപനം വരുന്നത്. 1904 പുരാതന സ്മാരക സംരക്ഷണ കെട്ടിട നിയമപ്രകാരമാണ് ഇങ്ങനെ ഇത് സംരക്ഷിച്ചു പോരുന്നത്. ഈ കാലഘട്ടത്തിലൊക്കെ ഇത് സംരക്ഷിച്ചു പോരുന്നത്. 1991 നിയമം എന്ന് പറയുന്നത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആരാധനാലയങ്ങൾ ഏത് രീതിയിലാണോ ഉള്ളത് അത് അതേ രീതിയിൽ തന്നെ സംരക്ഷിച്ചു പോരുക എന്നതാണ് 1991 ആരാധനാലയ സംരക്ഷണ നിയമം. അപ്പോൾ ഈ നിയമങ്ങൾക്കെതിരൊക്കെ എതിരായിട്ടാണ് പുതിയ കാലത്ത് പള്ളികൾക്കെതിരെയും ആരാധനാലയങ്ങൾക്കെതിരെയും ഒക്കെയുള്ള സർവേകളും അത് പൊളിച്ചു നീക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാമ്പാൽ ജുമാ മസ്ജിദിനെ സംബന്ധിച്ചിടത്തോളം 8 പേരടങ്ങുന്ന ഒരു സംഘമാണ് സാമ്പാൽ ജുമാ മസ്ജിദിനെതിരെ പരാതി കൊടുത്തിട്ടുള്ളത്. ആ പരാതിയിൽ അവർ പറയുന്നുണ്ട്, ഇത് പുരാതനമായി ഹിന്ദു ആചാര വിശ്വാസപ്രകാരം പിൽക്കാലത്ത് മുസ്ലിം വിശ്വാസപ്രകാരം ഇമാം മഹ്ദി ഇറങ്ങും എന്നൊക്കെ പറഞ്ഞതുപോലെ ഹിന്ദു ആചാര വിശ്വാസപ്രകാരം പിൽക്കാലത്ത് ഇവിടെ വന്ന് ഭരണം നടത്തുകയും ഒരു ധർമ്മപരമായിട്ടുള്ള ഭരണം നടത്തുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇറങ്ങുന്ന സ്ഥലവും ആ ഭരണം നടത്തുകയും ചെയ്യുന്ന ചില ഭരണ കേന്ദ്രങ്ങളുമുണ്ട്. അത്തരമൊരു കേന്ദ്രമാണ് ഈ സാമ്പാലിലെ ഷാഹി ജുമാ മസ്ജിദ് നിലനിൽക്കുന്ന ഭൂമി. അത് മുൻകാലം മുതലേ അവിടെ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ബാബറിൻ്റെ കാലഘട്ടത്തിൽ ബാബർ വരികയും ബാബർ ഹൈന്ദവ ആരാധനാലയങ്ങൾ പൊളിച്ചു മാറ്റുകയും ഒരുപാട് ഹൈന്ദവരെ ഇസ്ലാമിലേക്ക് മതം മാറ്റുകയും ചെയ്തിരുന്നു എന്ന് പറയപ്പെടുകയും അതിൻ്റെ ഒരു കേന്ദ്രമായിട്ടാണ് ഈ ഒരു ഷാഹി ജുമാ മസ്ജിദ് അവർ കാണുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ വസ്തുതാപരമായി തെളിവുകളൊന്നുമില്ല. അതേ സമയത്ത് 1905 മുൻപ് 1920 പുറപ്പെടുവിച്ച വിജ്ഞാപന പ്രകാരം 1526 കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ് ഇത് എന്ന് പറയപ്പെടുകയും അങ്ങനെ തന്നെ നമുക്ക് ആർക്കിയോളജിക്കൽ വിഭാഗത്തിൻ്റെ വെബ്സൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ അത്രയും നല്ല രീതിയിൽ സംരക്ഷിച്ചു പോരേണ്ട രാജ്യത്തുള്ള പുരാതന നിർമ്മിതികളിൽ പെട്ടിട്ടുള്ള ഒരു പുരാതന നിർമ്മിതിയാണ് സാമ്പാലിലെ ഷാഹി ജുമാ മസ്ജിദ്. ആ ജുമാ മസ്ജിദ് നിലകൊള്ളുന്നത് സാമ്പാൽ UP-യിലെ ഉത്തർപ്രദേശിലെ സാമ്പാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. 80% മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു നാട്ടിലാണ്. ആ നാട്ടിൽ ആ മസ്ജിദ്, ആ ഒരു പള്ളി അത് ഹൈന്ദവ ആരാധനാലയങ്ങൾ പൊളിച്ചെടുത്തതാണ് എന്ന സർവേയുടെ ഫലമായി ചില ആളുകൾ കൊടുത്ത കേസിൻ്റെ ഫലമായി അവർ സർവേക്ക് വരുന്നു. ആദ്യത്തെ സർവേ കഴിയുന്നു. രണ്ടാമത്തെ സർവേയും വളരെ മോശമായ രീതിയിൽ ഈ രീതിയിലുള്ള മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള വരവുണ്ടായപ്പോഴാണ് അവിടെ പ്രശ്നങ്ങളും ഒരു പ്രതിഷേധങ്ങളും ഉണ്ടാകുന്നത്. എന്നിരുന്നാലും നമ്മുടെ മാധ്യമങ്ങൾ അത്തരത്തിലുള്ള വെടിവെപ്പിനെ കുറിച്ച് കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നത് ഏറെ ഖേദകരം തന്നെയാണ്. നമുക്ക് നല്ലൊരു വാർത്ത വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും.